الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അത് കൂട്ടുകാരെല്ലാവരും ഓർക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ബാക്കി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. വല്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്ക് അദാബു ജഹന്നം, ജഹന്നമിൻ്റെ അഥവാ നരകത്തിൻ്റെ ശിക്ഷയുണ്ട്. അതിൻ്റെ പ്രത്യേകത വബിഇസൽ മസീർ, തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്ത. അതായത് ആ നരകം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട സ്ഥലമാണ് എന്നാണ്. ഇനി അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇദാ ഉൽഖൂ ഫീഹാ, അവർ അതിൽ ഇട്ടപ്പെട്ടാൽ, നരകത്തിൻ്റെ ആളുകളെ നരകത്തിലേക്ക് ഇടുന്ന സമയത്ത് സമിഊ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ, അതിന് ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്. ഷഹീഖ് എന്ന് പറഞ്ഞാൽ ഗർജനം എന്നാണ് അർത്ഥം. വഹിയ തഫൂർ, അതാകട്ടെ ആ നരകം എന്ന് പറയുന്നത് തഫൂർ, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. നരകത്തിൻ്റെ അവസ്ഥയാണ്, അതിൻ്റെ ചൂട് കാരണം അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. എന്നിട്ടോ തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. തകാദു തമയ്യസു മിനൽ ഗൈദ്, ഉഗ്രകോപം നിമിത്തം അത് പൊട്ടിച്ചെതറി വേർപെട്ടുമാറാകും. നരകത്തിൻ്റെ അവസ്ഥയാണത്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ, ഓരോ കൂട്ടം ആളുകളെ നരകത്തിലേക്ക് ഇടുന്ന സമയത്ത്
സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. അതിലെ പാറാവുകാർ, ആ നരകത്തിൻ്റെ പാറാവുകാരായ അത് നോക്കി നടത്തുന്ന മലക്കുകൾ സഅലഹും അവരോട് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആള് വന്നിരുന്നില്ലേ? അഥവാ ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന് താക്കീത് ചെയ്യുന്ന ആരും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലായിരുന്നോ എന്നാണ്. അതിന് അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അവർ പറയും, ഇല്ലാതെ, തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നു. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്ന ആൾ എന്നാണ്. അപ്പോൾ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇഹലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആളുകൾ വന്നിരുന്നു, പിന്നെന്താ പറ്റിയത്? ഫകദ്ദബ്ന, ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആളുകൾ വന്നപ്പോൾ അവരെ ഞങ്ങൾ അനുസരിച്ചില്ല, അവർ കളവാണ് പറയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഈ പറയുന്നത് കള്ളത്തരമാണ് എന്ന്. ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ കബീർ, നിങ്ങൾ വലുതായ വഴിപ്പിഴവിലല്ലാതെ മറ്റൊന്നും അല്ല എന്ന്. നിങ്ങളീ പറയുന്നത് പൊട്ടത്തരമാണ് എന്നാണ് ആ താക്കീതുകാരോട് ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് നരകത്തിൻ്റെ ആളുകൾ അന്ന് മറുപടി പറയും. അതേപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു സംഗതി, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ. നസ്മ എന്ന് പറഞ്ഞാൽ കേൾക്കുക, നഅഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിൽ ആകുമായിരുന്നില്ല എന്ന്. സഈർ എന്നത് നരകത്തിൻ്റെ ഒരു പേരാണ്, ജ്വലിക്കുന്ന നരകം എന്നാണ്. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ ആളുകളെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ജ്വലിക്കുന്ന നരകത്തിൽ, അഗ്നിയിൽ ഉൾപ്പെടുമായിരുന്നില്ല എന്ന് അന്ന് പറയുമ്പോൾ ആ പറച്ചിൽ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല എന്നാണ്. ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. ഫഅതറഫൂ ബിദംബിഹിം, അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നതാണ്. നരകത്തിന് നേരിൽ കാണുമ്പോൾ അവർക്ക് ബോധ്യം വരും ഇതായിരുന്നു സത്യമെന്നത്. അങ്ങനെ ദമ്പ് എന്ന് പറഞ്ഞാൽ കുറ്റമാണ്. അങ്ങനെ അവർ ഏറ്റുപറയും. ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്ക് വിദൂരം അഥവാ ശാപം എന്നാണ്. എന്ന് പറഞ്ഞാൽ കാര്യമില്ല. നേരത്തെ ഇഹലോകത്ത് തന്നെ താക്കീതുകാർ വന്നപ്പോൾ അവരിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിൽ നിന്ന്, ഈ കത്തിജ്വലിക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അന്ന് അവർ കേട്ടില്ല. അതുകൊണ്ട് ഫസുഹ്ഖൻ, അവർക്കെന്താണ്? ശാപമാണ് എന്നാണ്. ഈ ആയത്തുകളിൽ സത്യനിഷേധികളായ അവിശ്വാസികളെ നരകത്തിൽ ഇടുമ്പോഴുള്ള സന്ദർഭത്തെക്കുറിച്ചാണ് അള്ളാഹു വിവരിക്കുന്നത്. ആ നരകത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അത്യുഗ്രമായ ഉഷ്ണതാപവും അതികഠോരമായ കോപതാപവും നിമിത്തം സ്വയം പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറുമാർ തിളച്ച് വമിച്ച് എരിപ്പൊരി കൊള്ളുന്ന നരകം
അവർക്കു നേരെ ഗർജിക്കുമെന്നാണ്. അതിലെ തീ ഇങ്ങനെ ആളിക്കത്തും. അന്നേരം കുറ്റവാളികളുടെ അട്ടഹാസവും ഭയപ്പാടും നിലവിളിയും എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ല. ഭയാനകമായിരിക്കും. ഓരോ കൂട്ടം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ അവരോട് അതിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ചോദിക്കും. അഥവാ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ചോദിക്കും, ഈ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നതിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന്. നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ അവരുടെ പ്രത്യേകത എന്തെന്നു പറഞ്ഞാൽ അവർ ദയ തോന്നാത്ത, യാതൊരു കാരുണ്യവുമില്ലാത്ത, പരുഷ സ്വഭാവികളും കഠോരന്മാരും ആയിരിക്കുമെന്നാണ്. ഗിലാദുൻ ഷിദാദ് എന്നാണ്. ഗിലാദുൻ ഷിദാദ്, പരുഷ സ്വഭാവികളും അതുപോലെ കഠോരന്മാരുമാണ്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ അങ്ങനെ ചിന്തിക്കും. അവർ കൂടുതൽ വ്യാകുലരാകും. എന്നിട്ട് അവർ ഓർത്തു പോകും തങ്ങളുടെ പക്കൽ വന്നുപോയ തെറ്റ്. അതങ്ങ് ഏറ്റുപറഞ്ഞ് വിനയത്തോടെ അവർ സമ്മതിക്കും, അതെ, ഞങ്ങളിലേക്ക് ആളുകൾ വന്നിരുന്നു, പക്ഷേ ഞങ്ങളത് അവരെ കേട്ടില്ല, അനുസരിച്ചില്ല എന്ന്. ആ സമയത്ത് കുറ്റം സമ്മതിച്ചിട്ട് എന്തില്ല, യാതൊരു കാര്യവുമില്ല. നരകത്തിൽ അവർ ഇടപെടും. ആ നരകശിക്ഷ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ആ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തൊരായത്തിൽ അള്ളാഹ് പറയുന്നത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്. യഖ്ശൗന ഭയപ്പെടുക, റബ്ബഹും തങ്ങളുടെ റബ്ബിനെ. അങ്ങനെ അദൃശ്യമായ നിലയിൽ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവർ, അത്തരം ആളുകൾക്ക് എന്തുണ്ട്? ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ പാപമോചനവും, വഅജ്റുൻ കബീർ വലുതായ പ്രതിഫലവുമുണ്ട് എന്നാണ്. അള്ളാഹുവിനെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ബോധത്തോടെ വർത്തിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ സൂക്ഷ്മത പാലിക്കുക. അതുപോലെ തന്നെ ജനങ്ങളുടെ ബോധ്യത്തിനും ആളുകളെ കാണിക്കാനും അവരുടെ കീർത്തിക്ക്, അവർ നല്ലത് പറയാൻ വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും കൺമുമ്പിൽ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ശഠിക്കാതെ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ മുഖേന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഭക്തിയോട് ജീവിക്കുക മുതലായവയാണ് അദൃശ്യമായ നിലയിൽ റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന 7 കൂട്ടരെ പറ്റി വിവരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള 2 കൂട്ടർ ആളുകൾ ആരാണെന്നറിയോ? അതിൽ ഒന്ന്, സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ മോശമായ കാര്യത്തിന് ദുർവൃത്തിക്ക് ക്ഷണിച്ചപ്പോൾ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ഒരാൾ. അഥവാ ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണും എന്ന ബോധം ഉള്ളതുകൊണ്ട് അവൻ ആ മോശമായ കാര്യത്തിൽ ഏർപ്പെട്ടില്ല. രണ്ടാമത്തത്, വല്ല
ദാനധർമ്മവും ചെയ്യുമ്പോൾ വലത്തെ കൈ ചിലവഴിച്ചത് ഇടത്തെ കൈ അറിയാത്ത വണ്ണം ചിലവഴിക്കുന്ന അഥവാ അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ ആരെയും കാണിക്കാനല്ല, ആരുടെയും നല്ല വാക്കിനു വേണ്ടിയല്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് എന്ന ഒരു നിലക്ക് ധർമ്മം ചെയ്യുക. അഥവാ ആരെയും കാണിക്കാതെ രഹസ്യമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുക എന്നത് രണ്ടാമത്തെ ഭാഗം. ബുഖാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ്. ആ രീതിയിൽ നന്മകൾ പ്രവർത്തിച്ച് തിന്മയിൽ വിട്ടുമാറി പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ മൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.